ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലാണുള്ളത് അല്ലേ. പിന്നെ ഈ ഒരു പിക്ചർ, അതായത് ജോമെട്രിക്കൽ ചാർട്ടിനൊക്കെ ആവശ്യമായ ഈ ഒരു പിക്ചർ ഏകദേശം എല്ലാ ആളുകളും വരച്ചിട്ടുണ്ടല്ലേ. ആദ്യം നമ്മൾ ഒരു സ്പെസിഫിക് റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ആ ഒരു സർക്കിളിൻ്റെ പിന്നെ സെൻറ്റർ നമുക്കറിയാം. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സർക്കിളിനെ 6 ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ട് പിന്നെ കുറേ കുട്ടികൾ എന്ത് ചെയ്തു, ഈ ഒരു പിന്നെ ഫിഗർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനിയോ യെസ്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ താഴോട്ടേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് ഒരു പിന്നെ ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ള ഒരു സ്ഥലത്തെത്തിയല്ലേ. ഒരു 3 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. പിന്നെയും അതുതന്നെ ആ 3 സെൻറ്റിമീറ്ററിൽ തന്നെ അടുത്തൊരു സർക്കിൾ വരച്ചു. അത് പാസ് ചെയ്തിട്ട് പോകുന്നത് അതിലൂടെയാണ്, ആദ്യം വരച്ച സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് അല്ലേ. ഈ ഒരു ഇതാണ് ഒരു സർക്കിളിൻ്റെ റേഡിയസ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെയാണ് നമ്മളെ റേഡിയസ് അല്ലേ. പിന്നെയോ ഇനി ഇത് മൊത്തമാണെങ്കിലോ, സെൻറ്ററിലൂടെ പാസ് ചെയ്തിട്ട് പോകുന്ന മൊത്തമാണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയുമോ, ഡയമീറ്റർ എന്ന് പറയും അല്ലേ. പിന്നെയോ ഇത് റേഡിയസ് അല്ലേ. യെസ്. അപ്പോൾ റേഡിയസ് പിന്നെ 3 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും, റേഡിയസിൻ്റെ ഡബിൾ 6 ആയിരിക്കും അല്ലേ. എന്നിട്ട് നമ്മളിതെന്താ ചെയ്തത്, ഇത് പിന്നെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. എന്ത് ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയത്, യെസ് 3 സെൻറ്റിമീറ്ററുള്ള ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളാണ് കിട്ടിയതല്ലേ. യെസ്, 3 ഭാഗവും ഒരേപോലെയാണ്. ഇക്വലേറ്റർ ട്രയാങ്കിൾ മലയാളത്തിൽ വേണമെങ്കിൽ സമഭുജ ത്രികോണം എന്നൊക്കെ പറയാം അല്ലേ. ഇനി ഇങ്ങനെയുള്ളൊരു ഇത് വരച്ചുകൂടെ നമുക്ക്. ഇതെന്താ, ഇത് ജസ്റ്റ് സിമ്പിൾ. നമ്മളിപ്പോൾ വരച്ചപ്പോൾ നമ്മൾ വരച്ചിട്ട് ഈ സർക്കിൾ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ, ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ. ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 എന്നിട്ട് ഓരോ 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടും ഡോട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലൂട്ട് അടുത്ത ഒരു ട്രയാങ്കിളിനെ പാസ് ചെയ്തിട്ട് പോകണം അല്ലേ. ഇവിടുന്ന് ഇവിടത്തേക്ക് 1 സെൻറ്റിമീറ്ററാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വര വരയ്ക്കുക. പിന്നെയോ ഈ ഒരു 2 പോയിൻറ്റിലോട്ട് പാസ് ചെയ്യുന്ന രൂപത്തിൽ ഒരു 3 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. അതെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ അത് ഒരു പോയിൻറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും, ടച്ച് ചെയ്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഒരു പിന്നെ ഇൻവേർട്ടഡ് ട്രയാങ്കിളും കൂടി ആയപ്പോൾ 2 ട്രയാങ്കിൾ ഒരു സ്റ്റാർ ആയിട്ട് മാറി അല്ലേ. നമ്മളൊരു ചിഹ്നം എന്നൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെയോ ഇനി അടുത്ത കുറച്ച് പിന്നെ ഇതേ പിന്നെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണോ, ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ചെയ്യണം. ഇത് നേരത്തെ ചിത്രം പോലെ തന്നെ അല്ലേ. ഇതാ യെസ്, നേരത്തെ ചിത്രം പോലെ തന്നെ ഇല്ലേ. പക്ഷേങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ കളറിങ്ങിൽ ചെറിയൊരു പാറ്റേണിൽ ചെറിയ മാറ്റം വരുത്തി എന്നല്ലേ ഉള്ളൂ. യെസ്, ഓക്കെ. പിന്നെ അടുത്തിയോ ഏകദേശം ഇതേ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, പിന്നെ വരയ്ക്കാൻ വേണ്ടി പറ്റൂലേ. നോക്കൂ, ഒന്നിടവിട്ടിന് ആൾട്ടർനേറ്റ് ആയിട്ടാണ് കളർ ചെയ്തതല്ലേ. ഇതാ ചെയ്തൂടെ അല്ലേ. യെസ്. അപ്പോൾ ഈ ഒരു ജോമെട്രിക് ചാർട്ട് ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ 6 പാർട്ടായിട്ട് എന്ത് ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് പിന്നെ കുറേ എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ കുറേ വേ ഉണ്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഇതിലായിരിക്കും വരച്ചിട്ടുണ്ടാവുക അല്ലേ. ഈ ഫസ്റ്റ് ഫിഗർ എന്താ, 3 ഒരേപോലെയുള്ള ഇക്വലേറ്റർ ട്രയാങ്കിളാണ് വന്നത്. ഇത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ എന്താണ്, റേഡിയസ് ആണ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെ എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് മൊത്തമായപ്പോൾ എന്തായി, ഡയമീറ്ററായി അല്ലേ. ഇതും ഡയമീറ്ററാണ്. ഇത് സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ട് ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ട്രയാങ്കിളുകളെല്ലാം ഒരുപോലെയല്ല. എന്തുകൊണ്ടാണ്, അത് കറക്റ്റ് സെൻറ്ററിലൂടെ പാസ്സാകാത്തതുകൊണ്ടാണ് അല്ലേ. ഇവിടെ ഒരു നമ്മൾ സർക്കിൾ നേരത്തെ ഉണ്ടായിരുന്ന സർക്കിളിൻ്റെ ഒരു ആർക്കല്ലേ ഇത്.
അല്ലേ? ഈ ഒരു ആർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാച്ചാളുകയാണ് ചെയ്തത്. അതല്ലാണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ഇതിൽ വരയ്ക്കേ. യെസ്. അപ്പോൾ നമ്മൾ ഏകദേശം പിന്നെ നമ്മൾ മായ്ച്ച പോർഷൻസൊക്കെ അവിടെ വന്നില്ലേ? യെസ്. ഫസ്റ്റത്തേൽ 2 ട്രയാങ്കിൾ മേലെ, ഒരു ട്രയാങ്കിൾ താഴെ അല്ലേ? പിന്നെയോ ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള അല്ലേ, 2 ട്രയാങ്കിൾ താഴെ, ഒരു ട്രയാങ്കിൾ മേലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ട്രയാങ്കിൾ വരച്ച് പഠിക്കുകയാണ്. ഇങ്ങനെയാണ് വരച്ചത്, ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ വരക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു 3 സെൻറ്റിമീറ്ററുള്ള ഒരു ബേസ് വരച്ചു. എന്നിട്ട് ഈ പോയിൻ്റ് ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ വേർട്ടിസ്, ഈ ട്രയാങ്കിളിൽ 3 വേർട്ടിസസ് അല്ലേ ഉണ്ടാവുക, ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ലൈൻ വരക്കേണ്ടത്. അത് എത്രയാണ്, അതിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തു, കോമ്പസിൻ്റെ മറ്റേ പോയിൻ്റ് ഇവിടെ വെച്ച്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹാഫ് സർക്കിൾ, മൊത്തം സർക്കിളല്ല, ഒരു ഹാഫ് സർക്കിൾ വരച്ചില്ലേ? ഇതാ. യെസ്. ഇനി നമ്മൾ ഇപ്പുറത്തെ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ഹാഫ് സർക്കിൾ വരക്കാണ്. അതെത്രയാണ്, അതിൻ്റെ ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 4 സെൻറ്റിമീറ്ററുള്ള ഒരു വരച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റില്ലേ, ഒരു കോമൺ പോയിൻ്റ്. ആ ഒരു പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ പിന്നെ നേരത്തെ വരച്ച ലൈൻ സെഗ്മെൻറ്റിലേക്ക് പിന്നെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മളത്. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഈ സൈഡ് 6 സെൻറ്റിമീറ്ററും ഈ സൈഡ് എന്താണ് 4 സെൻറ്റിമീറ്ററും ആയിരിക്കും അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഹാഫ് സർക്കിൾ വേണോ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ? വേണ്ട അല്ലേ? ജസ്റ്റ് ഒരു ആർക്ക് മതി. ആർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സർക്കിളിൻ്റെ ഒരു പീസ് അല്ലേ? നോക്കൂ, ഇതാ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 സെൻറ്റിമീറ്റർ പിന്നെ ഒരു ലൈന് വരക്കുന്നു. ആ 3 സെൻറ്റിമീറ്ററിൻ്റെ പിന്നെ ഈ പോയിൻ്റിൽ നിന്ന്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 4 സെൻറ്റിമീറ്റർ, നേരത്തെ നമ്മൾ 6 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുന്നു. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുന്നു. യെസ്. ഇതാ 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, കണ്ട? ഇത് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആർക്ക് വരച്ചത് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ആർക്ക് വരക്കുന്നു. 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ആർക്ക് വരക്കുന്നു.